കാടമുട്ട അച്ചാർ എന്ന് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. കോതമംഗലത്തുകാർക്ക് ഈ വെറൈറ്റി അച്ചാർ പരിചയപ്പെടുത്തുകയാണ് വേട്ടാമ്പാറ സ്വദേശിനിയായ സ്മിത. ഒപ്പം മറ്റ് പരമ്പരാഗത അച്ചാറുകളുമുണ്ട്. കോതമംഗലം ബൈപ്പാസ് റോഡിലാണ് മുൻ ഗൾഫുകാരിയുടെ അച്ചാർ വിൽപ്പന. സ്വന്തമായി ഒരു സംരംഭം എന്ന മോഹം സബലീകരിക്കുന്ന സ്മിത വീട്ടമ്മമാർക്ക് ഒരു മാതൃകയാണ്. ഗൾഫിലെ ജോലി മതിയാക്കി നാട്ടിലെത്തിയപ്പോൾ സ്വന്തമായി വരുമാനം കണ്ടെത്താനാകുന്ന ഒരു സംരംഭം തുടങ്ങണം എന്ന ആഗ്രഹത്തിലായിരുന്നു വേട്ടാമ്പാറക്കാരി സ്മിത. അങ്ങനെയാണ് അച്ചാർ വിൽപ്പന എന്ന ആശയം ഉദിച്ചത്. ഇപ്പോൾ കോതമംഗലത്ത് മലയൻകീഴ് തങ്കളം ബൈപ്പാസിനരികിൽ വിവിധയിനം അച്ചാറുകളുമായി സ്മിതയെ ദിവസവും കാണാം. മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, നെല്ലിക്ക തുടങ്ങി പരമ്പരാഗത അച്ചാറുകൾക്കുമൊപ്പം അത്ര പരിചിതമല്ലാത്ത കാടമുട്ട അച്ചാറും ഇവിടെയുണ്ട്. തുടക്കമാണെങ്കിലും ആളുകളുടെ വലിയ പിന്തുണ ലഭിക്കുന്നതിലുള്ള ആവേശത്തിലാണ് സ്മിത. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ പുതിയൊരു ചെറിയൊരു സംരംഭം തുടങ്ങിയതാണ് അച്ചാർ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, 4-5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നിലവിലിപ്പോൾ കാടമുട്ട അച്ചാറുണ്ട്. അതിപ്പോൾ ആരും അധികം വലിയ ഫേമസ് ആയിട്ടുള്ള സാധനമല്ല. ഇപ്പോൾ പയ്യെ ആൾക്കാർ അറിഞ്ഞു വന്നു. അതുപോലെ മാങ്ങ അച്ചാറുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്. ഇതാണിപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനാണ് പ്ലാൻ. പിന്നെ ഇതിൽ കുഴപ്പമില്ല, അത്യാവശ്യം കച്ചവടമുണ്ട്, സെയിലുണ്ട്. ആൾക്കാർ നല്ല സപ്പോർട്ടാണ്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. മുൻ ഗൾഫുകാരി ആണെങ്കിലും ഇങ്ങനെയൊരു സംരംഭവുമായി ഇറങ്ങാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ലെന്ന് സ്മിത പറയുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുള്ള അധിക സമയം ഉപയോഗിച്ചാണ് സ്മിത അച്ചാർ തയ്യാറാക്കി വിൽപ്പന നടത്തുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് അഭിലാഷിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയുമെല്ലാം പിന്തുണ ധൈര്യം നൽകി. വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കില്ലല്ലോ. നമ്മൾ മക്കളുടെ കാര്യം ഇതെല്ലാം നമ്മുടെ കാര്യം കഴിഞ്ഞ് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മളൊരു സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഒരു എപ്പോഴും നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം. ഇതിന് മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നു, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇപ്പം നിർത്തി പോന്നിട്ട് ഇപ്പോൾ 1 വർഷം ആയി. അപ്പം ഇനിയും അങ്ങനെ വെറുതെ ഇരിക്കുക. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ജോലി നിർത്തി വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. GTV ന്യൂസ്, കോതമംഗലം.